സർക്കാരിന് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി. പരിസ്ഥിതി സാമ്പത്തിക കാര്യങ്ങളിൽ കർശന മാർഗനിർദ്ദേശങ്ങളോടെയാണ് ദേവസ്വം ബെഞ്ചിന്റെ അനുമതി. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഹൈക്കോടതി വിധിയെ സർക്കാർ സ്വാഗതം ചെയ്തു. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത്, ശബരിമലയുടെ പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കരുത്, VIP-കൾ പങ്കെടുക്കുന്നത് അയ്യപ്പന്മാരുടെ ആത്മീയാവകാശത്തെയും ബാധിക്കരുത്, പ്രതിനിധികൾക്ക് പ്രത്യേക ബാഡ്ജോ തീർത്ഥാടകരെക്കാൾ കൂടുതൽ പരിഗണനയോ പാടില്ല, സാമ്പത്തിക സുതാര്യത പാലിച്ച് സംഗമം നടത്താം, വ്യക്തവും സുതാര്യവുമായ വരവ് ചെലവ് കണക്കുകൾ ദേവസ്വം ബോർഡ് സൂക്ഷിക്കണം, കണക്കുകൾ റിപ്പോർട്ടായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് 45 ദിവസത്തിനകം ദേവസ്വം ബോർഡ് നൽകണം, അടിയന്തര ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം, എല്ലാ മാലിന്യവും ഉടൻ പ്രദേശത്ത് നിന്ന് നീക്കണമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. നിലവിലെ പാർക്കിംഗ് സൗകര്യങ്ങളെയോ സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരെയോ സംഗമം പ്രതികൂലമായി ബാധിക്കരുതെന്നും ദേവസ്വം ബെഞ്ച്. ഹൈക്കോടതി വിധിയെ ദേവസ്വം മന്ത്രി VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും സ്വാഗതം ചെയ്തു. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കി എന്നുള്ളതാണ് കോടതി വിധി. വളരെ സ്വാഗതാർഹമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും അയ്യപ്പ സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.